ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഓൺ മൈ ഡെസ്ക് ആയാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടോ. ബിക്കോസ് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട്സ് ഓൺ മൈ ഡെസ്കിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സെയിം കോണ്ടൻറ്റ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വിചാരിച്ചു അതെൻ്റെ പഴയ ഡെസ്ക് സെറ്റപ്പിലല്ലേ, അന്നില്ലാത്ത കുറേ സാധനങ്ങൾ ഇപ്പോൾ ഡെസ്കിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒന്നുകൂടെ വാട്ട്സ് ഓൺ മൈ ഡെസ്കിൻ്റെ വീഡിയോ ചെയ്യാം. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന എൻ്റെ എല്ലാ വീഡിയോസിലും പുതിയ ഡെസ്ക് സെറ്റപ്പ് അല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ നിലവിലെ ഡെസ്ക് സെറ്റപ്പും. അതിപ്പോൾ നിങ്ങൾ എല്ലാത്തിലും കണ്ടിട്ടുണ്ടാവും, എല്ലാത്തിലും സെയിം ഡെസ്ക് സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ വാട്ട്സ് ഓൺ മൈ ഡെസ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതൊരു വുഡൻ കോസ്റ്ററാണ്, പക്ഷെ ഞാനതിങ്ങനെ കത്രികയും ഇതുപോലത്തെ നൈഫും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷാർപ്പനർ, അത് എപ്സറയുടെ ഷാർപ്പനറാണ്, പക്ഷെ അതൊരു മിനിമൽ ലുക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിലെടുത്ത് വെച്ച്. പിന്നെ ഒരു ക്ലൗഡിൻ്റെ കട്ടർ, പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസർ, അതും ഭയങ്കര മിനിമൽ ലുക്കാണല്ലോ. പിന്നെ ഈ ഒരു വുഡൻ കോസ്റ്റർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു വുഡൻ കോസ്റ്ററിൽ വരുന്നത്. പിന്നെ ഈ ഒരു ക്ലിപ്പ്, ഇത് ജേണൽ ക്ലിപ്പാണ്, അതായത് ജേണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളൊരു ക്ലിപ്പ്, ഞാനതിന് ജേണൽ ക്ലിപ്പ് എന്ന് പറയുന്നു. പിന്നെ ഇതൊരു വുഡൻ്റെ ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ അങ്ങനത്തെ ഒരു സാധനം. ഇത് നമുക്ക് ഫോട്ടോ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ പേപ്പർ വെയിറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും കേട്ടോ. കാരണം കോളേജുകൾ കാര്യങ്ങളൊക്കെ ഈ ഡെസ്കിലിരുന്ന് ചെയ്യുമ്പോൾ A4 പേപ്പേഴ്സ് പറയാതിരിക്കാൻ ചിലപ്പോൾ അതിൻ്റെ മണ്ടക്ക് കയറിയിട്ട് ഇത് വെക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ സെൻട്രലായിട്ടൊരു വിടവുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ ബ്ലാ എന്ത് കാര്യങ്ങളും അതിൽ വെക്കാം. പിന്നെ ഇതൊരു കോയിൻ പൗച്ചാണ്, ഇത് തയ്യാക്കി ആ ഒരു തീമിൽ വരുന്ന കോയിൻ പൗച്ചും. ഇത് ഞാൻ കോയിൻ പൗച്ചായിട്ട് വാങ്ങിച്ചത് തന്നെ ആയിരുന്നു, പക്ഷേ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഡെസ്കിൽ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ അതാണ് അടുത്തത് ഡെസ്കിലുള്ളത്. ഇതിപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ചിലതൊക്കെ ഞാൻ പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ക്ലിപ്പും ആ ഒരു കോയിൻ പൗച്ചും അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ തന്നെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സ്റ്റൈലസ് പെൻ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഈ ഫോണിൽ ടാബിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പെന്നും, അതിനാണ് സ്റ്റൈലസ് പെൻ എന്ന് പറയാം. നമ്മുടെ ആമസോണിൽ ഇതിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലും, അതിപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് അതിൻ്റെ ഹോൾഡറാണ്. ഇത് ഈ ഒരു പുഡിങ്ങിൻ്റെ തീമിൽ വരുന്ന ഹോൾഡർ. നമ്മൾ ഈ ഐപാഡിൻ്റെ ഒക്കെ പെൻസിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനത്തെ ഇട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ ടോസ്റ്റിൻ്റെ ലാമ്പ്. ഇത് പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും, അതായത് പഴയ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എത്തും, അത്ര തന്നെ. അതുകൊണ്ടാണല്ലോ ടോസ്റ്റ് ലാമ്പ് എന്ന് പറയുന്നതില്ലേ. അപ്പോൾ അതാണ് ഡെസ്കിൽ അടുത്തത്. പിന്നെ ഇത് ഒരു ക്യാലണ്ടർ, 2025 ക്യാലണ്ടർ. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഞാനിത് വാങ്ങിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു, പക്ഷേ കയ്യിൽ കിട്ടിയത് ഫെബ്രുവരിയിലെങ്ങാണ്ടോ ആയിരുന്നു. അപ്പോൾ അന്ന് കയ്യിൽ കിട്ടി. ഇപ്പോൾ ഏകദേശം 6 മാസങ്ങളായി, അതായത് മാസങ്ങളെ കഴിയാറായി. ആ ക്യാലണ്ടറിൻ്റെ എന്താ പറയുക, കാലാവധി കഴിഞ്ഞ് തുടങ്ങിയെന്ന്. 2025 കഴിയാറായല്ലോ, എത്ര പെട്ടെന്ന്. പിന്നെ ഇതൊരു പെൻസിൽ കേസ്. ഇത് നമ്മുടെ മുജി എന്നുള്ള ബ്രാൻഡിൻ്റെ ഡ്യൂപ്പ്, അങ്ങനത്തെ ഒരു പെൻസിൽ കേസ്. അതിൽ ഒരു പെൻസിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്, അതായത് അതിൽ 2 പെൻസിലുണ്ട്. അതിൽ ഉപയോഗിക്കുന്നത് ഞാൻ പുറത്ത് വെച്ചിട്ടും അല്ലാത്തത് അതിലിട്ട് വെച്ചിരിക്കുക. ഇനി അടുത്തത് ഈ ഒരു വാഷി ടൈപ്പ് ഡിസ്പെൻസർ. ഇതിന്മേൽ ഞാൻ ഈ ഒരു വാഷി ടൈപ്പ് അധികം യൂസ് ചെയ്യാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിസൈന് ആദ്യമേ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു സ്കെയിലും, ഇത് ക്യാമലിൻ്റെ സ്കെയിലും, ഇത് ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു ലുക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൽ വെച്ചിട്ടുള്ള. പിന്നെ ഈ ഒരു പെൻസിലും, ഇതും മുജി ആ ഒരു ബ്രാൻഡിൻ്റെ ഡ്യൂപ്പ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഒരു 2 വൈറ്റ് പെൻസും കൂടെ അതിലുണ്ട്. പിന്നെ ഒരു സിസറും, ഒരു വൈറ്റ് കളറിൽ വരുന്ന സിസറും, അതും ഭയങ്കര മിനിമലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ അടപ്പായിരുന്നു, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ജേർണലിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡറിൽ വരുന്നത്. പിന്നെ ഇത് വൈറ്റ് ഓർഗനൈസർ. ഈ ഒരു ഓർഗനൈസറിലും ആദ്യം ആ ഒരു ക്ലിപ്പ്, പിന്നെ ഇതിൻ്റെയൊക്കെ ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു ഡിജിറ്റൽ ക്ലോക്ക്. ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ഡെസ്കിലായിരുന്നു വെക്കൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പെഗ് ബോർഡിൽ വെച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ആ പെഗ് ബോർഡിൽ തന്നെയാണ് ആൾ. ഇനി ഇതെൻ്റെ പെൻ ഹോൾഡർ, ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ. അപ്പോൾ ഇതിൽ
ഫസ്റ്റത്തതിൽ ഞാൻ ഇതുപോലത്തെ 3 പെന്ന്, പിന്നെ താഴെ ഇങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് 3 പിന്നെ അതിനും താഴെ 3 ഹൈലൈറ്റേഴ്സ്, പിന്നെ ട്വീസേഴ്സ്, പിന്നെ ഒരു 2 വാഷി സാമ്പിൾസും കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അതായത് മിനിമലിസം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ അതിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. മറ്റേത് ഒരുപാട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പം നേരത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ കാണിച്ചല്ലോ, അതിൽ ഞാൻ കുറേ പെൻസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇപ്പോൾ എടുത്ത് അതൊക്കെ റിമൂവ് ചെയ്ത് ഒരു 3 മതി എന്നുള്ള രീതിക്ക് അതിൽ വെച്ച് കുറച്ചാകുമ്പോഴും കാണാനൊരു വൃത്തിയാണ്, അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ട്വീസേഴ്സ്, ഒരു പിങ്കും ഒരു വയലറ്റും പിന്നെ ഒരു സിൽവർ ഉണ്ട്. അപ്പോൾ ഞാൻ സിൽവർ യൂസ് ചെയ്യാറില്ല, ആദ്യം ഫുള്ള് സിൽവറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഇനി വിൻറ്റേജിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അതിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊക്കെ ഹൈലൈറ്റേഴ്സോ മാർക്കർ പെൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പിന്നെ താഴെ 2 വാഷി ടൈപ്പ് സാമ്പിൾസും, അതായത് ഒരു ഗ്രിഡ് തീമിൽ വരുന്നതും, അത് ഞാൻ എൻ്റെ തീമിന് മാച്ച് ചെയ്തിട്ട് വെച്ചതാട്ടോ. അതായത് എനിക്കൊരു സോഫ്റ്റ് ബ്രൗൺ എസ്തറ്റിക്സ് അങ്ങനത്തിനോടാണല്ലോ ഇഷ്ടം. അപ്പോൾ ആ ഒരു തീമിന് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കളർ ഷെയ്ഡ്, അതായത് ആ ഒരു കളർ പാലറ്റിൽ വരുന്നത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് പെൻ ഹോൾഡറിൽ വരുന്ന സാധനങ്ങൾ കേട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓരോന്ന് കാണിച്ചും ആ സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ അവിടെ തന്നെ യഥാ സ്ഥാനത്തിന് വെക്കാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനൊക്കെ ടൈം കണ്ടെത്തണം. അതുകൊണ്ട് എടുത്ത സാധനങ്ങൾ അപ്പം അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ പണി കുറഞ്ഞിട്ട്. പിന്നെ ഇതൊരു വാട്ടർ കപ്പാണ് കേട്ടോ. കപ്പ് എന്ന് പറഞ്ഞാൽ മതി, അതിൽ ഞാൻ അധികം വെള്ളം തന്നെ കുടിക്കാറുള്ളത്. അങ്ങനെ പിന്നെ ഇത് കാൽക്കുലേറ്റർ, ഇത് ഞാൻ ആവശ്യം ഉണ്ടാവും, കാരണം കോളേജിലേക്കൊക്കെ കുറേ കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷേ വല്ലാണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ കോളേജിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. കാരണം ഒന്നും കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ ഫോണാണ് സുഖം. അപ്പോൾ പെട്ടെന്ന് ഫോണിലെടുത്ത് കാൽക്കുലേറ്റർ എടുക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഇതൊരു യെല്ലോ ക്രൈറ്റ്, ഇത് ഞാൻ താഴെയായിരുന്നു, ഈ ഓർഗനൈസറെ താഴെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 2 days മുമ്പാണ് ഞാനിത് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ എല്ലാതും റീഅറേഞ്ച് ചെയ്ത് നോക്കും. അതായത് ചിലപ്പോൾ മൊത്തത്തിൽ മാറ്റി നോക്കും. മൊത്തത്തിൽ മാറ്റി നോക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ തോന്നുക. ചിലപ്പോൾ ഇങ്ങനെ അല്ലറ ചില്ലറ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് താഴെയുള്ളതിനെ പിടിച്ച് മുകളിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഒരു പൊമ്പൊമ്പുറിൻ്റെ കീ ചെയിൻ അങ്ങനത്തെ ഒരു സാധനം, ഇത് ഞാൻ പെഗ് ബോർഡിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെഗ് ബോർഡിൽ ആ 2 ഹുക്സുമിൽ ഇപ്പോൾ ഞാൻ മറ്റേ ഡിജിറ്റൽ ക്ലോക്ക് വെച്ചപ്പോഴും ഇത് തൂക്കിയിടാനുള്ള ഹുക്കില്ല. അപ്പോൾ ഞാൻ അതിനെ പിടിച്ചിട്ട് ഇവിടെ ഇട്ട്. പിന്നെ ഇത് ഫോട്ടോ ആൽബംസ് ആണ്, മിനി ഫോട്ടോ ആൽബംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആൽബത്തിൽ ഞാൻ കാര്യമായിട്ട് ഫോട്ടോസൊന്നും വെച്ചിട്ടില്ല. പിന്നെ വേറെ ഒന്നുണ്ട്, അതിൽ ഒരൊറ്റ ഫോട്ടോ വെച്ചിട്ടുള്ളൂ. ഫോട്ടോസ് വെക്കണം എന്നിങ്ങനെ വിചാരിക്കും, പക്ഷേ സിസ്റ്റത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് പ്രിൻ്റ് ചെയ്യാനുണ്ടാകുമ്പോഴേ സിസ്റ്റത്തിൽ അധികമായിട്ട് ഇരിക്കാറ്. അപ്പോൾ ഇങ്ങനെ അതായത് എന്താണോ നമ്മളപ്പോൾ അതായത് എന്ത് കാര്യത്തിനാണോ ഇരുന്നിട്ടുള്ളത് ആ കാര്യം പെട്ടെന്ന് ചെയ്ത് തീർത്ത് ഞാൻ ഷട്ട് ഡൗൺ ചെയ്ത് പോരും. അപ്പോൾ പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യാൻ മറക്കും. പിന്നെ ജേർണലിൽ ഒട്ടിക്കാനുള്ള ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്യും, അതും ചെറിയ സൈസിന്. പക്ഷേ ഇതിലേക്കുള്ളത് ഞാനിങ്ങനെ മറന്നു പോകും, പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും ചില സമയത്ത്. അപ്പം അതിലൊക്കെ ഇപ്പോഴും ബ്ലാങ്കായി കിടക്കുന്നത്. പിന്നെ ഇതൊരു മിററും, ഇത് എനിക്ക് കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. പിന്നെ എനിക്ക് തോന്നി കച്ചറയാവും, കാരണം ബാഗിൽ പല സാധനങ്ങളുണ്ടാവും, ലൈക്ക് കളേഴ്സും അതും ഇതൊക്കെ ആയിട്ട്. അത് വൃത്തിയായിട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് പോകുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അതിലൊരു കറക്ഷൻ ടാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കോർണർ പഞ്ചാണ് കേട്ടോ, നമ്മൾ പേപ്പേഴ്സിൻ്റെ ഒക്കെ കോർണേഴ്സ് ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊരു PET സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഈ ഒരു യെല്ലോ ക്രൈറ്റിൽ വരുന്നത്. പിന്നെ ഇത് നമുക്ക് ആ സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ ഇനി അടുത്തത് ഒരു സ്റ്റിക്കർ ബുക്കാണ്, ഒരു പിങ്ക് കളറിൽ വരുന്ന സ്റ്റിക്കർ ബുക്ക്. പക്ഷെ ഇതിൽ ഞാൻ കാര്യമായിട്ട് സ്റ്റിക്കേഴ്സ് ഒന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ വേറൊരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട്, അതിലാണ് ഞാൻ എല്ലാതും സെറ്റ് ചെയ്ത് വെക്കാറ്. ഇതിൽ ഒറ്റൊന്നേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വെക്കാൻ മാത്രത്തിനുള്ള സ്റ്റിക്കേഴ്സൊന്നും എൻ്റെ കയ്യിലില്ലേനും. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റിക്കേഴ്സിനൊരു സ്റ്റിക്കർ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ ആയതുകൊണ്ട് നമുക്കതൊന്ന് എടുത്ത് വേറെ ഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാ പഴയ കച്ചറകളൊക്കെ ഞാൻ മറ്റേ സ്റ്റിക്കർ ബുക്കിൽ വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഞാനതൊക്കെ ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെക്കാറുണ്ട്. ഇനി ഇത് ഒരു കോസ്റ്ററാണ് കേട്ടോ, ട്രാൻസ്പെറൻറ്റ് കോസ്റ്റർ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുടിക്കുക തിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കയറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ എൻ്റെ ഓർഗനൈസറിൻ്റെ മുകളിലായിട്ട് വെക്കാറ്. അതിൻ്റെ മേലെയാണ് വേറെ സാധനങ്ങൾ കയറ്റി വെക്കാറ്. അപ്പോൾ പിന്നെ അത് കാണുകയും ചെയ്യില്ല, നമുക്ക് എപ്പോഴും എടുക്കാൻ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഓർഗനൈസറിൻ്റെ മുകളിൽ വരുന്നത്. പിന്നെ ഇത് കീക്കി ഡെലിവറി സർവീസിൻ്റെ കീക്കി, ഇത് ഞാൻ അമബെല്ലയുടെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അതിൽ ആളുടെ കളർ പാലറ്റും എൻ്റെ കളർ പാലറ്റും ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരിട്ട് കാണുമ്പോഴും ഇങ്ങനെയല്ല കേട്ടോ, വീഡിയോയിൽ നമ്മൾ പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കളേഴ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇതെൻ്റെ സ്പെക്സിൻ്റെ ബോക്സാണ് കേട്ടോ. ഞാനൊരു കൈൻഡ് സ്പെക്സ് ഗേൾ ആണ്. അപ്പോൾ ഞാൻ
ഡെസ്കിൽ നമ്മളിപ്പോൾ വല്ലതും വായിക്കുക എഴുതുക, അതായത് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട ടൈമിൽ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിലിട്ട് വെക്കും. കോളേജിലേക്ക് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഞാൻ അതിൻ്റെ ഒറിജിനൽ കവറിൽ തന്നെ ഇട്ട് വെക്കും. ഇതിലൊക്കെ ഞാൻ ഇട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടാകും. ഞാനിതൊക്കെ കോളേജിലേക്ക് കൊണ്ടുപോകണം, ഷോ ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വൃത്തിയായിട്ടാവുമോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ച്. പിന്നെ ഞാനൊരു മിനി സ്പ്രേ ബോട്ടിൽ പോലത്തെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കപ്പും സോസറും. ഇത് പിന്നെ എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ കുറേ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ഡിസപ്പിയർ ആയി പോയിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ നിന്ന്. കാരണം റൂമിൽ 2 ഡെസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ഡെസ്കിലായിരുന്നു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡെസ്ക് ഈ ഡെസ്ക്കാണ്. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് റൂമിൽ നിന്ന് മറ്റേ ഡെസ്ക് എടുത്ത് ഒഴിവാക്കി. കാരണം റൂം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ. ഒന്നാമത് എൻ്റെ റൂമത്തെ ബെഡ് അത്യാവശ്യം വലിയ ബെഡാണ്, അതായത് കട്ടിൽ കുറച്ച് വലുതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ഡെസ്കിന് അത്യാവശ്യം സൈസ് ഉണ്ട്. പിന്നെ ഞാൻ വേറെ ഇട്ടായിരുന്ന ഡെസ്കും സൈസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ എൻ്റെ എല്ലാ ചില്ലറ സാധനങ്ങളുണ്ടാവും. പിന്നെ ബേബിയുടെ കുറേ കളിപ്പാട്ടങ്ങൾ, ബലൂണ്, ബ്ലാ ബ്ലാ സാധനങ്ങളും താഴെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ തോന്നും റൂം ഒരു പായ പോലെയാണെന്നുണ്ടെങ്കിൽ ഒക്കെ കൂടെ ചുരുട്ടി മടക്കി എടുത്ത് വെക്കായിരുന്നു തോന്നും. അത് കാരണം നമുക്ക് ചിലപ്പോൾ വൃത്തിയാക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമിൽ 2 ഡെസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടിയത് മൊത്തം ഡെസ്കിൻ്റെ മണ്ടക്കം കയറ്റി വെക്കും. അപ്പോൾ എന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് വിചാരിച്ചിട്ട് ഞാനതെടുത്ത് റൂമിൽ നിന്ന് മാറ്റി ഹോളിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ ആ ഡെസ്കിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഒരു കോസ്റ്ററാണ് കേട്ടോ, അതായത് ഇതുപോലെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ആ ഒരു ഗിങ്കാം പാറ്റേണിൽ വരുന്നത് ഞാൻ DIY ആയിട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഇതൊരു ട്രാൻസ്പെറൻറ്റ് പെൻസിലല്ല, ഫോൺ ഹോൾഡർ. ഒക്കത്തിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ. ഇനി അടുത്തത് ഈ ഒരു ബ്ലൂ ക്രൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലും അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന കയ്യത്തും ദൂരത്ത് വേണം തോന്നുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഈ ഒരു ക്ലിപ്പ്, ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലിപ്പ്, പിന്നെ ഇത് മിനി ജേണൽ, ഇതിൽ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു മിനി ജേണൽ. പിന്നെ ഇത് നമ്മുടെ ഡോട്ടഡ് സ്റ്റിക്കേഴ്സും. ഇതിങ്ങനെ റൗണ്ടല്ല ആയതുകൊണ്ടും, അതായത് എന്താ പറയുക, ഇതിങ്ങനെ റൗണ്ടാണല്ലോ, ഷീറ്റല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ രീതിക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലിട്ട് വെക്കാറ്. പിന്നെ അടുത്തതും ഒരു ക്ലിപ്പ്, ജേണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പ്. പിന്നെ ഇത് സ്റ്റിക്കർ ബുക്ക്, ഇങ്ങനത്തെ ലെഫ്റ്റ് ഓവർ പീസസ്, സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ, ബ്ലാ ബ്ലാ എല്ലാ സാധനങ്ങളും ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കർ ബുക്കും അതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ഏതൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിലത്തെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പോംപോംപൂളിൻ്റെ ഒരു ഇറേസർ, പിന്നെ ക്രീസർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു യെല്ലോ അല്ല ബ്ലൂ ക്രൈറ്റിൽ വരുന്നത്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്, നമ്മളിങ്ങനെ അതായത് ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ആവശ്യമില്ലാത്ത ഓരോന്ന് കടന്നിങ്ങനെ വരും. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞത് മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അതൊക്കെയാണ് ആ ക്രൈറ്റിൽ വരുന്നത്. ഇനി പെഗ് ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലിപ്പ്, ഒരു അതായത് ഓംലെറ്റിൻ്റെ തീമിൽ വരുന്ന ക്ലിപ്പ്, പിന്നെ ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ലാമ്പ്. ഇതും പിന്നെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എൻ്റെ എല്ലാ വീഡിയോസിലും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. പിന്നെ അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഈ ഒരു ഇത് ID കാർഡ് ഹോൾഡറും അങ്ങനെയൊക്കെയാണെങ്കിൽ പറയാം. അതിൽ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഫ്രോസ്റ്റും ആ ഒരു ഡ്രാമയത്തെ മെയിൽ പ്രോട്ടോഗോണിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് അന്ന് എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമായിട്ട് വെച്ചതായിരുന്നു. പിന്നെ ഞാനത് റിമൂവ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഈ ഒരു പെൻസിൽ പൗച്ചും ഇതിൽ ഞാൻ എന്തോ കാലം എന്തോ ഇട്ട് വെച്ചതുണ്ടായിരുന്നു. അതാണ് ഞാൻ എന്തൊരു ഭാരം ഉണ്ടല്ലോ ഇതിന് ഇങ്ങനെ തോന്നിയപ്പോൾ തുറന്നു നോക്കിയതായിരുന്നു. അപ്പോൾ അതിലൊരു മിനി ബുക്കും ഒരു ഹൈലൈറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഇതും വേറൊരു പെൻസിൽ പൗച്ച്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതായത് ആ പൗച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുള്ളവർക്ക് കേട്ടോ. പിന്നെ ഒരു ബ്രെഡിൻ്റെ തീമിൽ വരുന്ന ഒരു കോയിൻ പൗച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്രഷും, ഇതിങ്ങനെ പറ്റിച്ചൊരു ബ്രഷായിരുന്നു. അത് ഞാൻ എൻ്റെ ഏതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ട് കിട്ടിയൊരു ബ്രഷായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയെങ്കിലും ഉപകാരപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യും. കീബോർഡിലുള്ള ടെസ്റ്റ് കാര്യങ്ങൾ, പിന്നെ ഇതുപോലത്തെ ഡെസ്കത്തൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഒരു പെൻ ഹോൾഡറാണ് കേട്ടോ. ഇത് പെഗ് ബോർഡിൻ്റെ ആക്സസറീസിലുള്ള ഒന്നാണ്. ഇതിലും അതായത് കുറച്ച് പെൻസ്, പിന്നെ കളർ പെൻസ്, മെറ്റാലിക് മാർക്കർ, വൈറ്റ് ജെൽ പെന്ന്, പെൻസിൽ, ക്രീസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് എപ്പോഴും യൂസ് ചെയ്യില്ല, എന്നാൽ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ആകെ പരതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പെഗ് ബോർഡിൻ്റെ ആക്സസറീസിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാനൊരു സ്പേസ് ആവും ചെയ്യും. എന്നാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അതൊന്ന് എടുക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടും ഇട്ട് വെച്ചതാണ് കേട്ടോ. അതായത് ഹൈലൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും, അതായത് എപ്പോഴും ഇൻ ദ സെൻസ് നമ്മൾ ജേർണൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. പക്ഷേ
ഡെസ്കിൽ ഉള്ളതിലെല്ലാം കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ടും അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു അതായത് സ്ലൈഡിങ് കണ്ടെയ്നർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും പെഗ് ബോർഡിൻ്റെ ആക്സസറീസിൽ വരുന്നതായിരുന്നു. അതിൽ ഞാൻ വാഷി ടൈപ്സ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്. അതിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാഷി ടൈപ്സ് അതിലും. പിന്നെ ഇതും ഒരു എന്താ പറയുക പെഗ് ബോർഡിൻ്റെ ആക്സസറിയാണ്. ഇതിൽ ബ്രഷ് പെൻസ്, മാർക്കേഴ്സ്, പെന്ന്, പിന്നെ സ്റ്റൈലസ് പെന്നും അങ്ങനെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ ഒരു കോയിൻ പൗച്ച് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് മുകളിൽ നിലവിലുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.